വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഇന്ദുമതി അമ്മയുടെ വീട്ടിൽ നിന്നും കുഞ്ഞിനെയും വാങ്ങിക്കൊണ്ട് വിഷ്ണു പോകുമ്പോഴാണ് സത്യഭാമയും സുസ്മിതയും വിഷ്ണുവിനെ കാണുന്നത്. തുടർന്ന് വിഷ്ണു മുന്നോട്ട് പോകുമ്പോൾ കാറ് പുറകെ പോവുകയാണ്. തുടർന്ന് ആ മെയിൻ റോഡിൽ നിന്നും കുറച്ചൊരു ഇട റോഡിലേക്ക് വിഷ്ണു കയറുമ്പോൾ വണ്ടി ഉള്ളിലേക്ക് എടുക്കാനായിട്ട് ഡ്രൈവർ ജോസിനോട് ഭാമ പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ആ വീട്ടിനകത്തേക്ക് കയറി പോകുന്നത് ഭാമ കാറിനകത്തിരുന്ന് കാണുകയാണ്. തുടർന്ന് ഭാമയ്ക്ക് ആകെ വിഷമമാവുകയാണ്. ആ ഒരു കൊച്ചു വീട്ടിലെ കുഞ്ഞിനെയും കൊണ്ട് വിഷ്ണു താമസിക്കുന്നത് കണ്ടിട്ട്. പക്ഷെ വണ്ടിയിൽ നിന്ന് അവർ ഇറങ്ങുന്നില്ല, കാറിനകത്ത് തന്നെ ഇരിക്കുകയാണ്. തുടർന്ന് സത്യഭാമയുടെ മുഖഭാവമൊക്കെ കണ്ടിട്ട് സുസ്മിതയ്ക്ക് സംഗതി പിടികിട്ടുകയാണ്. ഇവർ വീണ്ടും മനസ്സിൽ ഉണ്ടാവുകയാണ് എന്നുള്ളത്. തുടർന്ന് ഭാമയോട് സുസ്മിത പറയുകയാണ്, എന്തായാലും ശാലിനി ഉദ്ദേശിച്ച കാര്യം എന്തായാലും നടപ്പിലാക്കി. ദാരിദ്ര്യത്തിലാണെന്നും ആൻറ്റി അടിച്ചിറക്കി വിട്ടതാണെന്നും നാട്ടുകാരെ അറിയിപ്പിക്കാൻ വേണ്ടി തന്നെയാണല്ലോ അവൾ ഈ നാട്ടിൽ തന്നെ ഈ ഒരു കൊച്ചു വീടെടുത്ത് ഇവിടെ താമസിക്കുന്നത്. ഇതുകൊണ്ടൊക്കെ അവൾക്ക് പക വീട്ടലാണ്, ആൻറ്റിയോട് പക വീട്ടൽ തന്നെയാണ്. ആ കുഞ്ഞിനെയും കൂടി അവൾ കഷ്ടപ്പെടുത്തുമല്ലോ, പിന്നെ ആ പക വീട്ടുന്ന ഒരു മനസ്സുഖം അവൾക്ക് കിട്ടുമായിരിക്കും എന്ന് പറയുമ്പോൾ ആ സത്യഭാമയുടെ ഭാവം വീണ്ടും മാറുകയാണ്. സുസ്മിത ചരട് വലിക്കുന്ന ഒരു പാവ പോലെ തന്നെയാണ് ഇതേസമയം സത്യഭാമയുടെ പോക്കെല്ലാം. തുടർന്ന് വണ്ടി എടുക്കുക എന്ന് പറഞ്ഞ് അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് അവർ സത്യഭാമ തിരികെ വീട്ടിലെ കാറിൽ വന്ന് ഇറങ്ങുമ്പോൾ ഭാമയ്ക്കൊരു കോൾ വരുന്നുണ്ട്. അന്നേരം ഫോണിൽ മുറ്റത്ത് തന്നെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കാറിൽ നിന്നും ഇറങ്ങുന്ന സുസ്മിതയാണെങ്കിലും ആകെ അങ്ങ് ദേഷ്യത്തിലാണ്. പാത്രക്കടയിൽ വെച്ച് ശാലിനി പറഞ്ഞ കാര്യങ്ങളൊക്കെ സുസ്മിത ഓർമ്മിക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവ് 4ാം ക്ലാസ് കുസ്തിയാണെങ്കിലും അധ്വാനിക്കാനുള്ള മനസ്സും ആരോഗ്യവും ഒക്കെ ഉണ്ട്, മോള് നല്ല രീതിയിൽ വളരും എന്നൊക്കെ പറയുമ്പോൾ സുസ്മിത പറഞ്ഞില്ലേ അഹങ്കാരം കേട്ട് നിൽക്കണമെന്ന്. അപ്പോൾ ഇത് അഹങ്കാരമല്ല ആത്മവിശ്വാസമാണ് എന്ന് പറഞ്ഞത് സുസ്മിത ഇങ്ങനെ ദേഷ്യത്തോട് ഓർക്കുകയാണ്. എന്നിട്ട് സുസ്മിത തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, തെരുവിലേക്ക് വലിച്ചെറിഞ്ഞിട്ടും അവളുടെ ആത്മവിശ്വാസത്തിന് ഒരു കുറവും വന്നിട്ടില്ല, അതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല, അതെങ്ങനെയും തല്ലിക്കെടുത്തണം എന്ന് ചിന്തിച്ചുകൊണ്ട് സുസ്മിത അതേസമയം ഭാമ ഫോൺ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഭാമയോട് പറയുകയാണ്, ഇന്ന് 6-ാം തീയതിയല്ലേ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു, ഞാനതങ്ങ് മറന്നുപോയി, അവൾ എന്നെ നേരിട്ട് ക്ഷണിച്ചതാണ്, ഒരുങ്ങി ഇറങ്ങിയ സ്ഥിതിക്ക് ഞാൻ പോയിട്ട് വരാം എന്ന് പറയുന്നുണ്ട്. അന്നേരം അതിനെന്താ മോള് പോയിട്ട് വാന്ന് ഭാമ പറയുമ്പോൾ തിരികെ കാറ് കയറി സുസ്മിത പോവുകയാണ്. പക്ഷേ സുസ്മിത പോകുന്നത് ശാലിനിക്കെതിരെയുള്ള എന്തോ ഇനി പണിക്കാണ് പോകുന്നത്. ഇതേസമയം അകത്ത് രാഘവൻ നായരോട് രമണൻപിള്ള സത്യഭാമ തന്നെ വിഷ്ണുവിനെയും ശാലിനിയെയും അന്വേഷിക്കാൻ വിട്ട കാര്യമൊക്കെ പറയുന്നുണ്ട്. അന്നേരം താൻ എവിടെയും അവരെ കണ്ടില്ലേയും ചോദിക്കുമ്പോൾ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ രാഘവൻ നായർക്ക് ചെറുതായിട്ട് വിഷമം വരികയാണ്. തുടർന്നാണ് ഭാമ അകത്തേക്ക് കയറുന്നത്. അന്നേരം രാഘവൻ നായരെ മുഖം തിരിച്ച് ദേഷ്യത്തോടെ ഇരിക്കുകയാണ്. തുടർന്ന് പിള്ളയോടെന്ന വണ്ണം രാഘവൻ നായരോടായിട്ട് ഭാമ പറയുകയാണ്, എല്ലാവർക്കും നിരാഹാരം അവസാനിപ്പിക്കാം, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവർ വീടും കുടിയും ഒന്നും ഇല്ലാതെ തെരുവിൽ അലഞ്ഞു നടക്കുകയല്ല, ഒരു വീടെടുത്ത് അവർ താമസം തുടങ്ങിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ രാഘവൻ നായർക്ക് അങ്ങ് സന്തോഷമാവുകയാണ്. പൊന്നിക്കും രമണൻപിള്ളയ്ക്കും ഒക്കെ സന്തോഷമാവുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായരുടെ മുഖം ശ്രദ്ധിച്ചിട്ട് ഭാമ പറയുന്നുണ്ട്, പാറുമോളും സുഖമായിരിക്കുന്നു എന്ന്. അന്നേരം രാഘവൻ നായർക്ക് സന്തോഷമാവുകയാണ്. അത്രയും പറഞ്ഞ് ഭാമ അങ്ങ് റൂമിലേക്ക് പോവുകയാണ്. അന്നേരമാണ് രാഘവൻ നായർക്ക് ഒരു ആശ്വാസമാകുന്നത്. എൻ്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന് നന്ദിയൊക്കെ അവിടെ ഇരുന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ വീടാണ്. അവിടെ അടച്ചിട്ട ഹോട്ടലും പിന്നെ വീടിൻ്റെ ഉമ്മർത്ത് തന്നെ ആകെ വിഷമിച്ച് ശ്യാമ ഇരിക്കുകയാണ്. ശാരിക വരുന്നത് നോക്കിയാണ് ഇരിക്കുന്നത്. ഇതേസമയം ബാലചന്ദ്രൻ്റെ അടുത്ത് പൈസ കടം വാങ്ങാൻ പോയ ശാരിക തിരികെ എത്തുന്നുണ്ട്. അന്നേരം വാതിൽക്കൽ വെച്ച് തന്നെ എന്തായി എന്ന് മുറ്റത്ത് വെച്ച് തന്നെ ചോദിക്കുമ്പോൾ നീ അകത്തേക്ക് പോകാമെന്നും പറഞ്ഞ് അകത്തേക്ക് കയറുകയാണ്. അന്നേരവും ശ്യാമയ്ക്ക് ആകെ അങ്ങ് ആകാംക്ഷയാണ്, ജാമ്യം കിട്ടിയോ പൈസ കിട്ടിയോ എന്നുള്ള ഒരു കാര്യത്തിൽ. തുടർന്ന് എന്തായി എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ നീ ഇത്തിരി കഞ്ഞിവെള്ളം എടുത്തോണ്ട് വാ, ക്ഷീണിച്ച് നടന്ന് തളർന്നു, തൊണ്ടയാണെങ്കിൽ വരണ്ട് വയ്യ എന്നൊക്കെ പറയുമ്പോഴും ഇതൊന്ന് പറഞ്ഞിട്ട് പോരെയെന്ന് ശ്യാമ വീണ്ടും അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്. അന്നേരം നീ ഒന്ന് പോയി എടുത്തുകൊണ്ട് വാന്ന് ദേഷ്യത്തോടെ പറയുമ്പോൾ ഇവിടെ കഞ്ഞി വെച്ചില്ല, അതുകൊണ്ട് കഞ്ഞി വെള്ളം ഇല്ല എന്നിങ്ങനെ ശ്യാമ പറയുകയാണ്. അന്നേരം പച്ചവെള്ളമെങ്കിലും ഉണ്ടല്ലോ, അതെങ്കിലും നീ ഒന്ന് എടുത്തുകൊണ്ട് വാന്നും പറഞ്ഞ് ശരിയാണെങ്കിൽ ആ ഒരു ബാലേന്ദ്രൻ്റെ ഓഫീസിലുണ്ട അപമാനത്താൽ അങ്ങ് ആകെ വിഷമിച്ചാണ്. പക്ഷേ ശ്യാമയ്ക്ക് അത് മനസ്സിലാവുന്നില്ല. അന്നേരം ശ്യാമ അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അല്ലെങ്കിലും വലിയേച്ചി പിടിച്ച മുയലിന് 3 കൊമ്പാണല്ലോ എന്നും പറഞ്ഞ് അങ്ങ് അടുക്കളയിലേക്ക് വെള്ളം എടുക്കാനായിട്ട് പോകുന്നുണ്ട്. തുടർന്ന് ബാലചന്ദ്രൻ്റെ ഓഫീസിലുണ്ടായ കാര്യങ്ങളൊക്കെ ഓർത്തിങ്ങനെ ശാരിക വിഷമിച്ച് അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് വസുമതിയും ചിത്രയും കൂടി കുടുംബശ്രീയിലേക്ക് വരികയാണ്. അന്നേരം ഹോട്ടൽ അടഞ്ഞു കിടക്കുന്നത് കണ്ട് അവർ നേരെ അകത്തേക്ക് കയറുകയാണ്. തുടർന്ന് ചിരിച്ച മുഖത്തോടു കൂടിയാണ് വസുമതി വരുന്നത്. തുടർന്ന് വസുമതിയെ കാണുമ്പോൾ ശാരിക അങ്ങ് വെപ്രാളത്തോടു കൂടി ചാടി എഴുന്നേൽക്കുകയാണ്. അതേസമയം ഇവരെന്തിനാ ഇപ്പോൾ ഇവിടെ വന്നതെന്ന് പറഞ്ഞിട്ട് ശാരിക ഓർക്കുന്നുണ്ട് ബാലചന്ദ്രൻ പറഞ്ഞത്. വസുമതി ഈ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടോ, മകന് സ്ത്രീധനം കിട്ടിയ സ്വർണം അമ്മ മോഷ്ടിച്ചു എന്നറിഞ്ഞാൽ അവർ വന്ന് ബോംബ് പൊട്ടിക്കുമെന്നത് ഓർത്തങ്ങ് പേടിച്ച് ശാരിക നിൽക്കുകയാണ്. അതേസമയം വെള്ളം എടുക്കാൻ പോയ ശ്യാമയും വരുന്നുണ്ട്. രണ്ടുപേരും വസുമതിയെ കണ്ട് പേടിച്ചിരിക്കുകയാണ്. പക്ഷെ വസുമതിയും ചിത്രയുമാണെങ്കിൽ ചിരിച്ച മുഖത്തോടെ തന്നെ നിൽക്കുകയാണ്.
തുടർന്ന് വസുമതി പറയുന്നുണ്ട്, ഹോട്ടൽ എന്താ അടച്ചിട്ടിരിക്കുന്നത്, ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ഒരു ജാതകദോഷത്തിനൊരു പരിഹാര പൂജ ചെയ്യാൻ പോയതാണ്, അപ്പോൾ ഇവിടെ വന്ന് ഊണ് കഴിച്ച് കളയാമെന്ന് കരുതി വന്നതാണ് എന്നിങ്ങനെ പറഞ്ഞ് വസുമതി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേരും ഉത്തരം ഇല്ലാതെ നിൽക്കുകയാണ്. അന്നേരം ഇവിടെ ഇല്ല അല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം സത്യാമ്മയുടെ വീട്ടിൽ പോയിട്ട് വന്നില്ല എന്ന് പെട്ടെന്ന് അങ്ങ് ശ്യാമ പറയുന്നുണ്ട്. അന്നേരം ചിത്ര പറയുകയാണ്, അമ്മ ഇവിടെ ഹോട്ടൽ ഇപ്പോൾ തുറന്നിട്ടില്ലല്ലോ, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി കഴിക്കാം, എനിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പെന്ന് ചിത്ര പറയുകയാണ്. അന്നേരം ഇവിടം വരെ വന്നിട്ട് എങ്ങനെയാടി പോകുന്നത്, നമ്മൾ ഊണ് കഴിക്കാൻ മാത്രം വന്നതല്ലല്ലോ, ശാരദാമ്മയും മക്കളെയും ഒക്കെ കാണാമല്ലോ, പിന്നെ ഹോട്ടൽ ഇപ്പോൾ തുറന്നിട്ടില്ലെങ്കിലും ഇവിടെ എന്തെങ്കിലും വെച്ചുണ്ടാക്കിയിട്ടുണ്ടാകുമല്ലോ, നമുക്ക് അതിൽ നിന്നും ഒരു പങ്ക് മതി, ചെന്ന് എടുത്തു വയ്ക്കും മക്കളെ, 2 പിടി ചോറ് മതി എന്നൊക്കെ സ്നേഹത്തോടെ അങ്ങ് വസുമതി പറയുകയാണ്. അന്നേരം ശ്യാമയും ശരിയും ആകെ അങ്ങ് വിഷമിച്ച് നിൽക്കുമ്പോൾ എന്താ എടുത്തു വയ്ക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് വസുമതി. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, അത് വസുമതി ആൻറ്റി ഇവിടെ ഒന്നും വച്ചിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ, ഓ അമ്മ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഇവിടെ ഒന്നും വച്ചില്ലല്ലേ, മടിച്ച് കോതകൾ അല്ലേ, ഇവളും ഇങ്ങനെ തന്നെയാണെന്ന് ചിത്രയെ നോക്കി പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇന്ന് അമ്മ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് 2 പേർക്കും ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞു വസുമതി അങ്ങ് എഴുന്നേൽക്കുകയാണ്. അന്നേരം ആൻറ്റി അടുക്കളയിലൊന്നും കയറണ്ട, ഒരു 10 മിനിറ്റ് മതി, ഞങ്ങൾ വച്ചുണ്ടാക്കി തരാമെന്നിങ്ങനെ ശാരിക പറയുകയാണ്. അന്നേരം വേണ്ട, ഇന്ന് മടിച്ച് കോതകളായി നിങ്ങൾക്ക് 2 പേർക്കും റെസ്റ്റ്, ശാരദാമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ അത്രയും ടേസ്റ്റ് ഒന്നും വരില്ല, എന്നാലും ഞാൻ ഉണ്ടാക്കി തരാം, വാ ചിത്രയെന്നും പറഞ്ഞ് ചിത്രയെ വിളിച്ചിട്ട് അങ്ങ് വസുമതി അങ്ങ് അടുക്കളയിലേക്ക് പോവുകയാണ്. സംഭവം ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് ശാരികയും ശ്യാമയും. തുടർന്ന് എന്താ വലിയേച്ചി ഇതൊക്കെയെന്നും പറഞ്ഞ് ശ്യാമ നിൽക്കുന്നുണ്ട്. അന്നേരം വസുമതി ആൻറ്റി കാര്യങ്ങളൊന്നും അറിഞ്ഞു കാണില്ല, പ്രീതിയുടെ സ്വർണ്ണം മോഷ്ടിച്ച് അമ്മയെ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് അർജുനേട്ടൻ നടക്കുകയാണ്, അതിപ്പോൾ അറിയിക്കുമെന്ന് ബാലചന്ദ്രൻ്റെ വകയായിട്ടൊരു ഭീഷണി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അർജുനേട്ടൻ പറയാത്ത സ്ഥിതിക്ക് നമ്മളായിട്ട് ഒന്നും പറയണ്ട, അമ്മ ഇല്ലാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന നമ്മൾക്ക് അമ്മയുടെ സ്ഥാനത്തുനിന്ന് ഭക്ഷണം വിളമ്പി തരാനായിട്ട്, അല്ലാതെങ്കിൽ പിന്നെ വസുമതി ആൻറ്റിക്ക് ഇപ്പോൾ ഇവിടെ വരേണ്ട കാര്യം എന്താണ്, ഏത് സങ്കടക്കടലിനും രക്ഷപ്പെടാനുള്ള ഒരു ചെറുതുരുത്തുണ്ടാകും എന്ന് പറയുന്നത് ശരിയാണ്, നമുക്ക് നോക്കാമെന്നും പറഞ്ഞ് ശാരിക നിൽക്കുകയാണ്. തുടർന്ന് അമ്മയുടെ കാര്യം എന്തായെന്ന് വീണ്ടും ശ്യാമ ചോദിക്കുമ്പോൾ കുറേ പരിഹസിച്ചിട്ടാണെങ്കിലും ബാലചന്ദ്രൻ പൈസ തന്നു, അത് അർജുനേട്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് കോടതിയിൽ കെട്ടിവെക്കാനായിട്ട്, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ അമ്മയ്ക്ക് ജാമ്യം കിട്ടുമെന്ന് പറയുമ്പോൾ ശ്യാമയ്ക്ക് അങ്ങ് സന്തോഷമാവുന്നുണ്ട്. കൂടെ അച്ഛനും എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമയുടെ മുഖം അങ്ങ് മാറുകയാണ്. ഇതേസമയം അടുക്കളയിൽ നിന്ന് മോളെ ശാരികയെന്ന് വസുമതി വിളിക്കുകയാണ്. അന്നേരം ദാ വരുന്നു എന്നും പറഞ്ഞ് ശാരിക അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. ഇതേസമയം ശാലിനി അന്വേഷിച്ചിറങ്ങുന്ന സുസ്മിത വഴിയിൽ വെച്ച് ശാലിനിയെ കാണുകയാണ്. ശാലിനി ഇങ്ങനെ 2 കയ്യിലും സാധനങ്ങളൊക്കെ ആയിട്ട് നടന്നു പോകുന്നത് കാണുമ്പോൾ വണ്ടി നിർത്താൻ പറഞ്ഞ് വണ്ടിയിൽ നിന്ന് സുസ്മിത ഇറങ്ങുകയാണ്. എന്നിട്ട് സുസ്മിത നേരെ ശാലിനിയുടെ മുന്നിലേക്ക് വന്നങ്ങ് കൈയും കെട്ടി ഒരു അഹങ്കാര ഭാവത്തോടു കൂടി നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സീതയും രാമനും കൂടി വനവാസത്തിന് പോയിട്ട് നമ്മൾ 2 പേരുമായിട്ട് ഇതുവരെ തനിച്ചൊന്ന് കണ്ടിട്ടില്ലല്ലോ, അത് നിന്നെ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇറങ്ങിയത് എന്നിങ്ങനെ പറയുമ്പോൾ, അപ്പോൾ ശൂർപ്പണയ്ക്ക് സ്വാഗതം, പിന്നെ വനവാസത്തിലാണെങ്കിലും നിന്റെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് എന്തായാലും നമ്മൾ നല്ലതുപോലെ ജീവിച്ചു പോകുന്നു എന്നിങ്ങനെ ശാലിനി നന്നായിട്ട് സംസാരിക്കുകയാണ്. അന്നേരം സുസ്മിത പറയുന്നുണ്ട്, നിന്നെ ഇപ്പോൾ കാണുമ്പോഴേ ഇപ്പോൾ ഒറീസയിൽ നിന്നും ബംഗാളിൽ നിന്നൊക്കെ ഇവിടെ റോഡ് പണിക്കും കുഴിവെട്ടാനും ഒക്കെ വരുന്ന ആൾക്കാരില്ലേ, അവരുടെ ഭാര്യമാരാണ് ഇങ്ങനെ ചട്ടിയും കലവും ഒക്കെ ആയിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്, അതുപോലെ ഒരു ഫീലാണ് നിന്നെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ പറഞ്ഞ് സുസ്മിത അങ്ങ് പുച്ഛിച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് എന്ത് കുറച്ചിലാണ് അടി ഉള്ളത്, അവരും അധ്വാനിച്ച് വിയർത്ത് ജോലി ചെയ്ത് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്, അല്ലാതെ നിന്നെ പോലെ കൂട്ടുകാരിയുടെ മകള് എന്ന ഒരു ഇതിൽ സത്യാമ്മയുടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന അതിനേക്കാളും അധ്വാനിച്ച് തന്നെയാണ് അവർ കഴിക്കുന്നത്, അതിനേക്കാളും വിലയുണ്ട് അവർക്ക്. പിന്നെ നീ ഇപ്പോൾ കാറിൽ ഇവിടെ വന്ന് ഇറങ്ങിയില്ലേ, അതിനുള്ള ഫ്യൂല് പോലും എൻ്റെ വിഷ്ണുവേട്ടൻ്റെ അമ്മയുടെ പൈസ കൊണ്ട് ഉണ്ടാക്കിയതല്ലേടി എന്നൊക്കെ ചോദിക്കുമ്പോൾ സുസ്മിതയ്ക്ക് തന്നെ ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ നിനക്ക് അപ്പോൾ ഒരുപാട് ദണ്ണം ഉണ്ടല്ലേടി എന്നിങ്ങനെ തിരിച്ച് സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം ദണ്ണം ഒന്നുമല്ല, ഒരു പുച്ഛം, ഒരു ഇത്തിൽ കണ്ണിയോട് തോന്നുന്ന ഒരു പുച്ഛം. ഇത്തിൽ കണ്ണിക്കാണെങ്കിൽ സ്വന്തമായിട്ട് ഒരു സ്റ്റാൻഡില്ല, അത് മറ്റുള്ളവരിൽ നിന്ന് മൂറ്റിയെടുത്ത് കുടിക്കുന്നു, ഈ പ്രാണി കൊതുക് അതിനെയൊക്കെ പോലെ. അതിനൊക്കെ മറ്റുള്ളവരുടെ തല്ല് കൊണ്ട് ചാവുമ്പോൾ ഉണ്ടാകുന്ന ആയുസ്സേ ഉള്ളൂ, അതുപോലെയാണ് നിൻ്റെയും ജീവിതം എന്ന് പറഞ്ഞ് ശാലിനിയും തിരിച്ച് സുസ്മിതയോട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അന്നേരം സുസ്മിത പറയുകയാണ്, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആണെങ്കിൽ ഇങ്ങനെ ബുദ്ധി കൊണ്ടാണ് അധ്വാനിക്കുന്നത്, അല്ലാതെ നിന്നെ പോലെ ഇങ്ങനെ വല്ലവൻ്റെയും എച്ച് ക്ലാസ് കഴിവുണ്ടാകുന്ന പൈസ ഉണ്ടെന്നും അല്ല എന്ന് പറയുമ്പോൾ ഒരു ദിവസമെങ്കിലും എന്നെ പോലെ തറയിൽ മണ്ണിൽ കാലുറപ്പിച്ച് നിന്ന് അധ്വാനിച്ച് നല്ലതുപോലെ ജീവിക്കാൻ നിനക്ക് പറ്റുമോ, എന്നിട്ട് എന്നോട് വന്ന് ചോദ്യം ദണ്ണമുണ്ടോ എന്നൊക്കെ, എങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം എന്നിങ്ങനെ ശാലിനി സംസാരിക്കുകയാണ്.
തുടർന്ന് സുസ്മിത പറയുകയാണ്, എനിക്ക് ഇറങ്ങി തിരിച്ചതിന് ഒരു ലക്ഷ്യമുണ്ട്, ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഞാൻ എത്തും, അതിനുള്ള മുന്നോടിയായിട്ട് തന്നെയാണ് നിന്നെ ഇങ്ങനെ നാടോടി സ്ത്രീയെ പോലെ തെരുവിലേക്ക് ഇറക്കി വിട്ടത്. നീ അധ്വാനിച്ചോ, എങ്ങനെ വേണമോ ജീവിക്ക്, പക്ഷെ സത്യാമ്മയുടെ വീട്ടിലേക്കുള്ള വഴി നീ അങ്ങ് മറന്നേക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ ചൂണ്ടി സംസാരിച്ചതിന് ശേഷം സുസ്മിത അങ്ങ് തിരികെ കാറ് കയറാൻ പോവുകയാണ്. അന്നേരം സുസ്മിത ഒന്ന് നിന്നേന്നിങ്ങനെ ശാലിനി വിളിക്കുകയാണ്. അന്നേരം പിടിച്ചു വലിച്ച പോലെ സുസ്മിത തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. തുടർന്ന് അടുത്തേക്ക് ചെന്ന് ശാലിനി പറയുകയാണ്, പിന്നെ ഈ രോഹിത് തിരിച്ചു വരുന്നത് വരെ മാത്രമേ ഉള്ളൂ നിന്റെ ഈ സുഖവാസം, അത് കഴിഞ്ഞാൽ നിനക്കുള്ളത് ജയിൽവാസമാണ്. ജയിൽവാസം എന്നിങ്ങനെ പറയുമ്പോൾ ആ രോഹിത് തിരിച്ചു വരും എന്നുള്ള ഒരു ഭയം സുസ്മിതയുടെ മനസ്സിലുണ്ടാകുകയും സുസ്മിത അങ്ങ് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ശാലിനി അങ്ങനെ പറയുന്നത് കേട്ടിട്ട്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി രോഹിത്തിനെ കുറിച്ചുള്ള എപ്പിസോഡുകളാണ് എന്തായാലും വരാൻ പോകുന്നത്. അടുത്ത ഉടനെ എപ്പിസോഡുകളിൽ രോഹിത്തിൻ്റെ ഫോൺ കോളോ മടങ്ങി വരവോ എന്തൊക്കെയായാലും കാണിക്കും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, താങ്ക് യു.